എല്ലാ പ്രിയ മലയാളി കാൽപന്ത് പ്രേമികളെയും സ്വാഗതം ചെയ്യുകയാണ്. മാച്ച് 15 മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള. തിരുവനന്തപുരം കൊമ്പൻസും മലപ്പുറം എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടാനിരുന്നു. തത്സമയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് നിന്ന് 4-4-2 തിരുവനന്തപുരം കൊമ്പൻസ് മത്സരത്തിലേക്ക് വരുന്നു. പവൻകുമാർ ഗോൾ വലക്കാക്കുകയാണ്. പപ്പൂയ, അഖിൽ, റെനാൻ റോഡ്ഷ, ബതീഷ്, മുഹമ്മദ് അഷർ, സീസൺ, പോൾ, ഡാവി കൂൻ, ഒട്ടേമർ, ബിസ്പോ, പാട്രിക് മോട്ട തിരിച്ചു വരുന്നു. തീർച്ചയായിട്ടും ഡേഞ്ചർ തന്നെയാണ് തിരുവനന്തപുരം. ജോൺ ഗ്രിഗറിയുടെ മലപ്പുറം FC അങ്ങനെ അണിനിരക്കുന്നു നോക്കാം. ജെൻസിൻ സാംദൂപ്പാണ് ഗോൾ വലകാക്കുന്നത്. ഐത്തോർ, അൽദാലീർ, കുമാർ, മീത് അജേക്കർ, നന്ദു കൃഷ്ണ, വിദ്യാനന്ദ സിംഗ് വരുന്നു. എക്സ്പീരിയൻസ്ഡ് താരം വിദ്യാനന്ദ സിംഗ്. ഒരു എക്സൈറ്റിംഗ് ആയ ഒരു മത്സരം. വിദ്യാനന്ദയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ബർബോസ സ്കോറിംഗ് റേഞ്ചിൽ. ബർബോസ പക്ഷേ അവസാന നിമിഷം ഒരു ഹെവി സ്റ്റോപ്പ് ബർബോസയുടെ അടിക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ബർബോസയുടെ ഒരു സോളോ എഫേർട്ട്, ഒരാൾ ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറി പോകുന്ന കാഴ്ച. ഒരു വാൾ പാസിന്റെ പിന്തുണയാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. ബർബോസ ഡേഞ്ചർ. അവിടെ ബേഡിയായിട്ട് ഒരു വാൾ പാസ് കളിച്ച് മുന്നോട്ട് കയറി. നമുക്ക് രണ്ടുപേരെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തു. റെനാനാണ് ലാസ്റ്റ്. മലപ്പുറം എഫ്സിക്കാണ് വലിയൊരു പൊസഷൻ അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത്. ബോക്സിനകത്തേക്ക് ഒരു ക്രോസ്, സ്കോറിംഗ് ചാൻസ് ആണ്. കാർപ്പറ്റ് ബോൾ സെറ്റ് ചെയ്തു. സെക്കൻഡ് ടൈമും ഒരു ചാൻസ് നേടിയെങ്കിലും അവിടെ കൃത്യമായ രക്ഷപ്പെടുത്തൽ സംഭവിക്കുകയാണ്. രണ്ട് നല്ല അവസരങ്ങൾ, രണ്ടിലും ഫിനിഷ് ആകുന്നില്ല. കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയുള്ള റഷ്, ഒരു മിസ് പാസിൽ അവസാനിക്കുകയാണ്. അഷറിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ് പാസ്. നോക്കുക, മലപ്പുറം FC സർവ്വശക്തിയും എടുത്ത് ബോക്സിനകത്തേക്ക് ഇരമ്പിക്കേറുന്ന കാഴ്ച. പ്രഹരശേഷി അതിന്റെ ഡവി കൂൻ അതേ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടും. നോക്കുക, ഇവിടെ പന്ത് അടുത്ത പാസിൽ മിസ്സായി കഴിഞ്ഞു. ഓവർ ഹെഡ് ബോൾ ട്രൈ, നല്ലൊരു ചാൻസ്. ഗോൾ കീപ്പർ ഔട്ടാണ്. സ്കൂപ്പ് ചെയ്തിടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഗോൾ നമ്പർ 1. ഇത്രയും നേരമുള്ള കാത്തിരിപ്പിന് ഒരു ഗോളിന് രൂപം വരുന്നു മലപ്പുറം എഫ്സിക്ക്. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ മലപ്പുറത്തിന്റെ പടയോട്ടം. അലക്സ് സാഞ്ചസിലൂടെ നമ്പർ 7 സ്കോർസ് ഫോർ മലപ്പുറം. ഗോൾ കീപ്പറിന്റെ ഔട്ടിങ്ങിനെ കൃത്യമായി ചെയ്തുകൊണ്ട് പന്ത് വലയിലാക്കുന്നു. അവിടെ നോക്കുക, ഹോസിബ ബേട്ടി ഇട്ട് കൊടുത്ത ബോളാണ്. അദ്ദേഹത്തിന് ആ കറക്റ്റ് ആ ഒരു ഡിഫൻഡർ കയറി നിന്ന സ്പേസിലേക്ക് തന്നെ അദ്ദേഹം ഓടുന്നു. അങ്ങോട്ട് തന്നെ ആ ഒരു ബോൾ ഇട്ട് കൊടുക്കാൻ അവിടെ എനിക്കൊന്ന് ബേട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ആ ബോളിലേക്ക് ചിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഗോൾ കീപ്പർ പവൻകുമാർ വരുന്നതിന് മുൻപേ തന്നെ ബോൾ പോസ്റ്റിലേക്ക് പൊന്തിച്ചിടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വീണ്ടും ഒരു ഡേഞ്ചറാണ് അവിടെ. പക്ഷേ ഫസ്റ്റ് ടൈം തന്നെ അത് തടയപ്പെടുന്നു. നല്ലൊരു ഐഡിയ ഒട്ടോമർ ബിസ്കോ പന്ത് അകത്തേക്ക് തന്നെ എടുത്തെങ്കിലും തടസ്സപ്പെട്ടു പോവുകയാണ്. ഫസലുർ റഹ്മാന്റെ മറുപുറത്തേക്കുള്ള റഷ് പരസ്പരമുള്ള ഒരു ചലഞ്ചിലേക്ക് വരുന്നു. അവിടെ കുറച്ചൊരു കയ്യാങ്കളിയിലാണ് അവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഫസലുർ റഹ്മാൻ അവിടെ ബാഷിനെ പിടിച്ച് ആക്ഷൻ ഇടുന്നേ ഉള്ളൂ. പക്ഷേ റിയാക്ഷൻ കൊണ്ടുവന്നതിന് പക്ഷേ ഡയറക്റ്റ് റെഡ് കാർഡാണ് അവിടെ വരിക. ഫസലുർ റഹ്മാൻ മാത്രമാണ് അവിടെ കാർഡ് മലപ്പുറം എഫ്സിക്ക്. ഒരൊറ്റ ഗോൾ കളിയുടെ ഗതി മാറ്റിയ ഒരൊറ്റ ഗോളിൽ ലീഡ് ചെയ്യുന്നു മലപ്പുറം FC. കാത്തിരിക്കാം നമുക്ക് രണ്ടാമത്തെ പകുതിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാം. ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ വരുന്ന ഗോളുകൾ കളിയുടെ അങ്ങോട്ടുള്ള മൂഡ് സെറ്റ് ചെയ്യുകയും ഒരുപക്ഷെ കളി ലോക്ക് ചെയ്യാൻ വരെ കാരണമാകും. വീണ്ടും ഒരു ഡിപ്പിംഗ് ബോൾ ട്രൈ ആക്കി മാറ്റുന്നു. മനോഹരമായൊരു ട്രൈ അവിടെ കൃത്യമായിട്ട് റെനാൻ റോഡ്ഷ അവിടെ ആ പന്തിലേക്ക് എത്തുകയാണ്. സാഞ്ചസിനെ പന്ത് തൊടാൻ സമ്മതിക്കാതെയുള്ള റെനാൻ റോഡ്ഷയുടെ നല്ല നീക്കമാണ് ഇവിടെ കാണുന്നത്. കൊമ്പൻസിന്റെ ഭാഗത്ത് നിന്ന് ബോക്സിനകത്തേക്ക് ഒരു ഗ്രൻ പ്ലേസിംഗ്, ഒരു ഹെവി ടച്ചിലാണ് അവിടെ പന്ത് മുന്നോട്ട് മാറിപ്പോകുന്നതെന്ന് കാണാം. പാട്രിക് മോട്ട പന്തുമായി വെയിറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റന്റെ ബോൾ, ഒരു ഹെവി ഡിപ്പിംഗ് ബോളാണ്. ഡൗൺവേർഡ് ഹെഡർ, ഹാൻഡ് ബോളിന് വേണ്ടിയുള്ള ഒരു അപ്പീൽ അവിടെ ചെറുതായിട്ട് ഉയരുന്നത് കാണാം. പക്ഷെ നോക്കുക, സ്റ്റിൽ ഇൻ കൺട്രോൾ. ഒരു ക്രോസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ച് അടുത്ത കോർണർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ബാക്ക് ടു ബാക്ക് പ്രഷർ കൊണ്ടുവരുന്നു തിരുവനന്തപുരം കൊമ്പൻസ്. ഡേഞ്ചർ ചാൻസ്, പക്ഷേ ജെൻസിൻ സാംദൂപ്പ് കൃത്യമായിട്ട് അവിടെ ആ ഒരു ഔട്ടിങ് നടപ്പിലാക്കി ക്ലിയർ ചെയ്യുകയാണ്. ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്ന രണ്ട് ടീമുകളാണ്. അവർ തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ എന്താകുമെന്ന് നോക്കണം. ചെറിയ ഉരസലുകളിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുന്നുണ്ട്. താരങ്ങൾ തമ്മിലുള്ള ചില ഫൈറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ഫുട്ബോൾ. യെസ്,
സോ അത് വലിയ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ. ശരി തന്നെയാണ്. അവിടെ പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമാണ്. അവിടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും മലപ്പുറം FC-യുടെ കാലുകളിലേക്ക് തന്നെ പന്തെത്തുന്നു. അവിടെ അജിൻ റിസപ്ഷൻ ആണ് വരുന്നത്. നോക്കാം, സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ ഒരു ചാൻസ് തന്നെയാണ് തിരുവനന്തപുരം കൊമ്പൻസിന്. ബോക്സിനകത്തേക്ക് റീബൗണ്ട് ബോളിന് ചാൻസ് ഉണ്ടാക്കുന്നെങ്കിലും പറഞ്ഞതുപോലെ അവസാന നിമിഷങ്ങളിലാണ് കളി കൈവിട്ടു പോകുന്നത്. വീണ്ടും മോട്ട പന്തിലേക്ക് വേണ്ടി ചാർജ് ചെയ്യുന്നു. നല്ലൊരു ടച്ച് തന്നെയായിരുന്നു. പന്തുമായി ഗണേശൻ ബാദിഷിലേക്ക് നൽകുന്നു. അബ്ദുൽ ബാദിഷ്. സോ ഒരു ഗോള് നേടിക്കഴിഞ്ഞാൽ സമനില സ്വന്തം കാണികളുടെ മുമ്പിൽ പിടിക്കാമെന്നത് തിരുവനന്തപുരം കൊമ്പൻസിനെ മോഹിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. സമനിലകൾ ഒരുപാട് നമ്മൾ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ ഈ സീസണിൽ കണ്ടു. വീണ്ടും ഗണേശനിലേക്ക് വേഗം ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മുന്നിലേക്ക് കളിച്ചു മുന്നേറാൻ വേണ്ടിയുള്ള നീക്കം ചലഞ്ച് ചെയ്യപ്പെടുന്നു അവിടെ. സോ ഒരു ഭാഗത്ത് മുഹമ്മദ് അഷർ, മറുഭാഗത്ത് ഗണേശൻ. തിരുവനന്തപുരം കൊമ്പൻസ് കളിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിൽ ക്യാപ്റ്റൻ മോട്ട. വീണ്ടും ലക്ഷ്യം കാണാത്തൊരു പന്ത്, പക്ഷേ സെന്ററിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഗണേശനിലേക്ക് റീച്ച് ആകുന്നതിന് മുമ്പ് തന്നെ നവീൻ കൃഷ്ണയുടെ ഒരു ക്ലിയറൻസ്. തിരികെ വീണ്ടും മോട്ടയിലേക്ക് തന്നെ പന്ത് വരികയാണ്. ബോക്സിനകത്തേക്ക് ഒരു പ്ലേസിംഗ്, ജസ്റ്റ് ട്രാപ്പ് ചെയ്ത് സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു സിൽവ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അത് രക്ഷയിൽ നേരെ സാം തൂപ്പിന്റെ കൈകളിൽ സേഫായി. ബാക്കിലേക്ക് തന്നെ കളിക്കുന്ന റെനാൻ. അഖിലിന്റെ ത്രൂ പാസ്. വീണ്ടും ഒരു ചാൻസ് ആണ് അവിടെ തിരുവനന്തപുരം കൊമ്പൻസിന്റെ മുന്നിലേക്ക്. ഒരു സ്കോറിംഗ് റേഞ്ച്, ടാർഗറ്റഡ് ഷോട്ട്. ലോങ് റേഞ്ച് ട്രൈ, ഒരു ഉഗ്രൻ ഇടിവെട്ട് അറ്റംപ്റ്റ് തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് കാണുക. സോ കോർണർ, തിരുവനന്തപുരം കൊമ്പൻസിന് കളിയിലേക്ക് തിരിച്ചു വരാൻ ഒരു സുവർണാവസരവുമായി കോർണർ. മോട്ടയുടെ കർവ്, ഹെഡർ ട്രൈ, ഡബിൾ ഹെഡർ ആയിരുന്നു ലക്ഷ്യം ഫസ്റ്റ് ടൈം, പക്ഷേ രക്ഷയില്ല. തിരികെ വീണ്ടും പാട്രിക് മോട്ട ക്രോസ് ആക്കി മാറ്റുന്നതിന് അവിടെയും ഒരു ഉഗ്രൻ ക്ലിയറൻസ്. പിറകിൽ ഗണേശനിലേക്ക് പന്ത് വന്ന് അത് വേഗം പിറകിൽ കളിച്ച് തന്നെ നിയന്ത്രണം ഉറപ്പാക്കാൻ അഖിലിനെ കൂട്ടുപിടിക്കുന്നു. അഷർ ഒരു ഹൈ സ്പീഡ് റണ്ണുമായി മുഹമ്മദ് അഷർ ബോക്സിനകത്തേക്ക് രമ്പിക്കേറുകയാണ്. അവിടെയും രക്ഷയില്ല എന്നുള്ളത് കാണുക. സോ വീണ്ടും മോട്ടയുടെ പ്ലേസിംഗ്, അത്ര ദൂരം ആ പന്ത് എത്തിയതുമില്ല, പക്ഷേ റിക്കവറി സാധ്യമാകുന്നു. ഗണേശൻ നല്ലൊരു പൊസിഷനിലാണ് എപ്പോഴും ഗണേശൻ എടുക്കുന്നതെന്നുള്ളത് കാണുക. വീണ്ടും അകത്തേക്ക് തന്നെ സെറ്റ് ചെയ്യുന്ന പന്ത്, ഒരു കൂട്ടപ്പൊരിച്ചിലാണ് ബോക്സിനകത്ത്. വീണ്ടും സ്കോറിംഗ് റേഞ്ചിൽ ഗണേശന്റെ ഒരു കർവ്, ചെറിയൊരു സ്റ്റോപ്പ് അതിൽ വെച്ച് കൊടുക്കാൻ സാധിച്ചു. അതല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അപകട സാധ്യതകൾ ഉണ്ടായിരുന്നു. സാം തൂപ്പിന്റെ പൊസിഷൻ കുറച്ച് മാറി നിൽക്കുന്ന സമയം. അപ്പയുടെ വക ഒരു ലോങ് ത്രോ ഷോട്ട്. സോ വീണ്ടും ഒരു ഡേഞ്ചർ, അവിടെ ഒരു ചലഞ്ച് സംഭവിക്കുന്നുണ്ട്. കുറച്ചൊരു പ്രഷർ സിറ്റുവേഷൻ തന്നെ. വീണ്ടും ഭവൻകുമാറിലേക്ക് കളി. കൂടുതൽ സമയം മുന്നോട്ട് തന്നെ പോകേണ്ടത് തിരുവനന്തപുരം കൊമ്പൻസിന്റെ ആവശ്യമാണ്. പാട്രിക് മോട്ട വരുന്നു പന്തുമായി. ക്യാപ്റ്റൻ ഒരുപാട് ശ്രമങ്ങൾ മോട്ട നടത്തി. വീണ്ടും സെന്ററിൽ ഗണേശന്റെ സെന്ററിംഗ് ശ്രമം വീണ്ടും കാണാം അവിടെ. സോ അപകടമാണ്. ഓരോ നീക്കങ്ങളും കൃത്യമായ പ്ലേസിംഗ് ആയിട്ട് മാറുന്നു. ബാദിഷിന്റെ ക്രോസ് ഫസ്റ്റ് ടൈം തന്നെ അപകടത്തെ ഒഴിവാക്കി വിടുകയാണ് അവിടെ. ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയറിലേക്ക് ഈ സ്റ്റേഡിയം മാറണമെങ്കിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ സമനില ഗോൾ വരണം. വീണ്ടും പാട്രിക് മോട്ടയുടെ കർവ് പുറത്തേക്ക് സമനില ഗോൾ പിറക്കുകയാണ്. 87ാമത്തെ മിനിറ്റിൽ പകരക്കാരനായി വന്ന അണ്ടർ-23 താരം വൈഷ്ണവിലൂടെ തിരിച്ചടിക്കുന്നു തിരുവനന്തപുരം കൊമ്പൻസ്. ഇവിടെ വന്നാരും റോൾ എടുക്കണ്ട, കൊമ്പൻസ് ഇവിടെ മാസാണ്. സോ സമനില ഗോളിലേക്ക് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ കൊമ്പൻസ് ഇടിച്ചു കയറുന്നു. ഇവിടെ ബാക്ക് ടു ബാക്ക് ക്രോസുകൾ, അതായത് കോർണറുകൾ നേടിയെടുക്കാൻ, സെറ്റ് പീസുകൾ നേടിയെടുക്കാൻ തിരുവനന്തപുരത്തിന് കഴിഞ്ഞിരുന്നു. അതിൽ നിന്നും ഈ 87ാമത്തെ മിനിറ്റിലാണ് അവർക്ക് ആ ഒരു ഗോള് സ്കോർ ചെയ്യാൻ സാധിച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന വൈഷ്ണവാണ് ആ ഒരു 77ാം നമ്പർ ജേഴ്സി അണിഞ്ഞ വൈഷ്ണവിലൂടെ സമനില പിടിക്കുകയാണ് അവിടെ മലപ്പുറം FC-ക്കെതിരെ തിരുവനന്തപുരം കൊമ്പൻസ്. സോ പൊസഷൻ കണക്ക് രണ്ടാമത്തെ പകുതിയോടെ തിരുവനന്തപുരം കൊമ്പൻസ് വലിയ അളവിലേക്ക് അതിലേക്ക് തിരിച്ചു വന്നു. 10 ഷോട്ടാണ് മലപ്പുറം FC എടുത്തത്. അതിൽ 6 ഓൺ ടാർഗറ്റ്. 4 ഷോട്ട് എടുത്ത തിരുവനന്തപുരം കൊമ്പൻസ് 2 ഓൺ ടാർഗറ്റ് ആക്കി. കോർണറുകളുടെ കാര്യത്തിൽ തുല്യതയാണ്. ഫൗളുകൾ യഥേഷ്ടം തുറന്ന മത്സരത്തിൽ, പക്ഷേ 2 യെല്ലോ കാർഡുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. 2 മലപ്പുറം FC-ക്കാണ് കിട്ടിയതെന്നുള്ളത് നോക്കുക.
9-8 അതായിരുന്ന രണ്ട് ടീമുകളുടെയും. കൊമ്പൻസിന് 9 ഫൗള്, മലപ്പുറം FC 8 ഫൗള് എന്നുള്ളത് നമ്മൾ കണ്ടു.